സമസ്തയിൽ ബാഹ്യശക്തികൾ ഇടപെടേണ്ട എന്ന് വിദ്യാർത്ഥി വിഭാഗമായ SKSSF. സംസ്ഥയുടെ കാര്യങ്ങൾ ചെയ്യാൻ യോഗ്യരായ നേതൃത്വമുണ്ട്. ആരും മേസ്തിരി ചമയാൻ വരേണ്ട എന്നുമാണ് SKSSFിന്റെ മുന്നറിയിപ്പ്. അഭിജിത്ത് മുഴക്കുന്ന് കോഴിക്കോട്ട് നിന്ന് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അഭിജിത്ത്, ഈ സമീപകാലത്തുള്ള വിവാദങ്ങൾ അത് നമുക്കറിയാം. ഉമർ ഫൈസി മുക്കുവുമായി ബന്ധപ്പെട്ട വിവാദം, ലീഗിൽ നിന്നുയർന്ന അതൃപ്തി, അതിനൊക്കെ ഇടയിൽ SKSSFിന്റെ പ്രതികരണത്തെ എങ്ങനെയാണ് കാണേണ്ടത് അഭിജിത്ത്? ടി.കെ. പാണക്കാട് തങ്ങൾക്കെതിരായ ഉമർ ഫൈസി മുക്കത്തിന്റെ പരോക്ഷ വിമർശനം, അതിനു പിന്നാലെ മുസ്ലിം ലീഗ് നേതാക്കൾ ഉമർ ഫൈസി മുക്കത്തിനെതിരെ രൂക്ഷമായ വിമർശനം നടത്തുന്നു. തുടർന്ന് വന്ന പലവിധങ്ങളായ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടതാണ്. ഏറ്റവും ഒടുവിൽ സമസ്തയുടെ അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളും ഒപ്പം പാണക്കാട് സാദിഖ് അലി തങ്ങളും ഒന്നിച്ചു ചേർന്ന് ഈ വിവാദങ്ങൾക്ക് ഒരു അവസാനം ഉണ്ടാകണം എന്ന തരത്തിലുള്ള വാർത്താ സമ്മേളനം, ഇതൊക്കെ നടക്കുന്നതിനിടയിലാണ് രൂക്ഷമായ ഒരു വിമർശനവുമായി, ഒരു മുന്നറിയിപ്പുമായി സമസ്തയുടെ വിദ്യാർത്ഥി വിഭാഗമായ SKSSF രംഗത്തെത്തിയിരിക്കുന്നത്. ഈ വിമർശനം നീളുന്നത്, മുന്നറിയിപ്പ് നീളുന്നത് ലീഗിനെതിരെ തന്നെയാണ്. ആരും ഇത്തരത്തിൽ ഈ രീതിയിലുള്ള ഒരു മേസ്തിരി ചമയൽ ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ട എന്നുള്ളതാണ് SKSSFിന്റെ മുന്നറിയിപ്പ്. SKSSFിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് ഈ രീതിയിലുള്ള ഒരു വിമർശനം, അതിരൂക്ഷമായ ഒരു വിമർശനം ഉയർന്നു വന്നത്. സമസ്തയും പാണക്കാട് കുടുംബവും തമ്മിലുള്ള ബന്ധം അത് നീണ്ട കാലമായിട്ടുള്ളൊരു ബന്ധമാണ്. അതിൽ ബാഹ്യമായ രീതിയിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാകേണ്ട കാര്യമില്ല. എല്ലാ കാലത്തും യോജിപ്പിലാണ് ഇരുവിഭാഗവും മുന്നോട്ട് പോയിട്ടുള്ളത്. സമസ്തയുടെ കാര്യങ്ങൾ ചെയ്യാൻ യോഗ്യരായ നേതൃത്വമുണ്ട്. ആ നേതൃത്വത്തിനിടയിലേക്ക് മറ്റ് പുറത്തുനിന്നൊരാൾ മേസ്തിരി ചമയാൻ എത്തേണ്ടതില്ല എന്ന് രൂക്ഷമായ രീതിയിലുള്ള ഒരു വിമർശനം ഉന്നയിക്കുന്നു. നമുക്കറിയാം, നേരത്തെ തന്നെ മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി ഉൾപ്പെടെ സമസ്തയ്ക്കുള്ളിൽ ഒരു CPMന്റെ സ്ലീപ്പിംഗ് സെൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നിങ്ങനെയുള്ള രൂക്ഷമായ വിമർശനങ്ങൾ നടത്തിയിരുന്നു. ഏതായാലും ഈ ഒരു പശ്ചാത്തലത്തിലാണ്, ഈ ഒരു ഘട്ടത്തിലാണ് അതിരൂക്ഷമായ വിമർശനം SKSSFിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഈ ബന്ധത്തെ, അതായത് സമസ്തയും പാണക്കാട് കുടുംബവും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്താൻ ആര് ശ്രമിച്ചാലും അതിനെ എതിർക്കുമെന്നും ഈ SKSSF പുറത്തിറക്കിയ പ്രസ്താവനയിൽ രൂക്ഷ ഭാഷയിൽ തന്നെ പറയുന്നുണ്ട്. ടി.കെ. ശരി, അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇപ്പോഴുള്ള തർക്കവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ബാഹ്യശക്തികളുടെ ഇടപെടൽ അനാവശ്യമാണ് എന്ന വിമർശനമാണ് SKSSF ഉയർത്തുന്നത്. ഒപ്പം തന്നെ പാണക്കാട് കുടുംബവും സമസ്തയും തമ്മിലുള്ള ബന്ധം അതെല്ലാ കാലത്തും ദൃഢമായി നിൽക്കുന്നതാണ് എന്നും SKSSF ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അഭിജിത്ത് മുഴക്കുന്നതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.